ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൂബീസ് യൂണിക് ടേസ്റ്റ്. ഞാനാണ് റൂബി, കൂടെ ചേട്ടനുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ കോട്ടയംകാരുടെ സ്പെഷ്യലായിട്ടുള്ള കപ്പ ബിരിയാണിയാണ്. കപ്പ ബിരിയാണിക്ക് വേണ്ടി ഞാൻ ഒരു 2 കിലോ കപ്പ ഞുറുക്കി വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കി കൊണ്ടുവരാം. അപ്പോൾ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അരമുറി തേങ്ങയിലോട്ട് ഉണക്കക്കാന്താരി കഴുകി നല്ലതായിട്ട് കഴുകിയിട്ടതും ഒരു 2-3 പച്ചമുളകും, അതിൻ്റെ കൂടെ പച്ചമുളകിൻ്റെ ആവശ്യമില്ല. ഉണക്കക്കാന്താരി ഇടുവാണെങ്കിൽ നമുക്ക് പച്ചമുളകിൻ്റെ ആവശ്യമില്ല. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളും ഇച്ചിരി കരിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലതായിട്ട് അരച്ചുകൊണ്ട് വരിക. അരപ്പ് നമ്മുടെ വെന്ത് വെച്ചിരിക്കുന്ന കപ്പയിലോട്ട് ഇട്ട് കൊടുത്ത് അതൊരു സൈഡിലോട്ട് മാറ്റി മൂടി വെച്ചിരിക്കുക. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കപ്പയ്ക്കകത്തിടാനുള്ള നമ്മുടെ മട്ടൻ കറി തയ്യാറാക്കാം. മട്ടൻ കറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ നേരത്തെ ഒരു 1.5 സബോള, 1.5 വലിയ സബോളയാണ്, 1.5 സബോള നല്ലതായിട്ട് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് നല്ലതായിട്ട് മൂപ്പിച്ച് അതിലോട്ട് നമ്മുടെ മസാലകളെല്ലാം കൂടെ മസാലയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഞാൻ എടുത്തേക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കശ്മീരി മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി. ഇതാണ് നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയുള്ള, നമ്മുടെ മട്ടൻ്റെ മസാലയ്ക്ക് വേണ്ടിയുള്ള ചേരുവകൾ. അത് നല്ലതായിട്ട് മൂപ്പിച്ച് കൊടുക്കുക നമ്മുടെ സബോളയിലോട്ടിട്ട്. അത് നല്ല മൂത്ത് അതിൽ നിന്ന് എണ്ണ ഇറങ്ങുമ്പോഴത്തേക്കും ഞാൻ ഓൾറെഡി ഇവിടെ കുക്ക് ചെയ്ത് വെച്ചേക്കുവാണ് നമ്മുടെ മട്ടൻ. ആ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടനിലോട്ട് നമുക്ക് ഈ അരപ്പിലോട്ട് നമുക്ക് നമ്മുടെ മട്ടൻ ഇട്ട് കൊടുക്കണം. അത് നല്ലതായിട്ടൊന്ന് ഇളക്കി മൂടി തട്ടി നല്ലതായിട്ട് അരപ്പ് അതിലോട്ട് മിക്സ് ആവുന്നവരെ, നല്ലതായിട്ട് പിടിക്കുന്നവരെ അരപ്പ് അതുമായിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ട് ചേരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കറി നമുക്കൊന്ന് മൂടി വെച്ച് ചെറുതീയിൽ ഒരു 5-10 മിനിറ്റിലേക്ക് വേവിച്ച് വയ്ക്കുക. ആ വെന്തിരിക്കുന്ന കപ്പയിലോട്ട് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കറി മേളിലോട്ട് ഇട്ട് വിതറിച്ച് കൊടുക്കുക. നമ്മുടെ കറികളൊക്കെ അല്ലാത്ത ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മളതിനെ ഒന്ന് വേവിച്ച് കൊടുക്കുക. മേളിലോട്ട് വിതറിയിട്ട് കൊടുക്കുക. അത് മൊത്തത്തോടെ അതെടുത്ത് വിതറിയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് നല്ലതായിട്ട് സ്റ്റീം വരാൻ വേണ്ടി നല്ലതായിട്ട് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന മസാലയൊക്കെ ഒന്ന് നല്ലതായിട്ട് വെന്ത് അതിലോട്ട് കപ്പയിലോട്ട് നല്ലതായിട്ട് ചേർക്കണം. അപ്പം നമ്മുടെ ഇതിൻ്റെ കൂടെ മേളിലോട്ട് ഒരു സ്വല്പം കരിവേപ്പിലയും കൂടെ വിതറി നമുക്ക് നമ്മുടെ ചട്ടുകം ഇത് ചെരുവം നല്ലതായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. അത് നല്ലതായിട്ടായിട്ടുണ്ട്. അപ്പം ഒരു ചെറിയ നമ്മൾ കപ്പ ഇളക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റിക്കും കൊണ്ട് കപ്പ നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കപ്പയെല്ലാം കൂടെ നല്ലതായിട്ട് കപ്പയെ പിടിക്കണം. ഇളക്കുന്നതിലാണ് കപ്പ ബിരിയാണിയുടെ ടേസ്റ്റ് ഇരിക്കുന്നതെന്നാണ് ഞങ്ങളുടെ അവിടെയൊക്കെ പറയുന്നത്. അപ്പം നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് നല്ല ചൂടായിട്ട് നമുക്ക് വീട്ടിലുള്ളവർക്ക് സെർവ് ചെയ്യാം. ഇന്ന് എൻ്റെ മോള് വന്നിട്ടുള്ള അവൾക്ക് ഫേവറേറ്റാണ്. എൻ്റെ മോള് വിശാഖപട്ടണം ഗീതം യൂണിവേഴ്സിറ്റിയിൽ നഴ്സിങ്ങിന് പഠിക്കുവാണ്. അപ്പം അവൾക്ക് ഇഷ്ടമുള്ള സാധനം അവൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരുമ്പോൾ എനിക്കിത് വേണമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ അവൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുവാണ്. അപ്പം നമുക്ക് പിള്ളേരോട് തന്നെ ചോദിക്കാം. മോളെ കണ്ടോളൂ. മോളാണ്, മോളുടെ പേര് ലയ. അവൾ ഗീതം യൂണിവേഴ്സിറ്റി നഴ്സിംഗ് പഠിക്കുന്നു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലോട്ട് കയറിയേക്കുവാണ്. 3-4 ദിവസത്തേക്ക് വേണ്ടി വന്നു. അപ്പോൾ ചോദിക്കാം പിള്ളേരോട് എങ്ങനെയുണ്ട്. അടിപൊളി. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.